Hello everyone, this is Anish. നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ ആപ്പിൾ അവരുടെ അടുത്ത പ്രൊഡക്റ്റ് ലോഞ്ചിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നു. അതായത് സെപ്റ്റംബർ 12 ആപ്പിൾ ഇവന്റ് നടക്കുന്നത്. പുതിയ ഐഫോൺസും ഐപാഡും വാച്ചസും എല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവന്റ് തന്നെയാണ്. ആപ്പിളിന്റെ സെപ്റ്റംബർ 12 ഇവന്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപകാരപ്രദമായ ടെക്നോളജി വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എല്ലാവർക്കും അനീഷ് ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 12 ആപ്പിളിൻ്റെ ഇവൻറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ സ്റ്റീവ് ജോബ്സ് തിയേറ്ററിലാണ് ഇത്തവണത്തെ ഇവൻറ്റും നടക്കുന്നത്. ആപ്പിൾ ഒഫീഷ്യലായിട്ട് തന്നെ അവരുടെ സൈറ്റിൽ ഇതിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു റോസ് ഗോൾഡ് കളറിൽ ഒരു റൗണ്ട് ഒരു ഇതിലാണ് ഗ്യാദർ റൗണ്ട് എന്നുള്ള ഒരു ലേബലോട് കൂടിയാണ് അവരുടെ ആപ്പിൾ ഇവന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു റോസ് ഗോൾഡ് ആണ് ആ കളർ അതിന് കൊടുത്തിരിക്കുന്നത്. അത് മിക്കവാറും അവരുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റുമായിട്ട് സിമിലർ ആയിട്ടായിരിക്കും. ബട്ട് ഒരു റൗണ്ട് ഷേപ്പ്, അത് പലരും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു സ്റ്റീവ് ജോബ്സ് തിയേറ്ററിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് തന്നെയാണെന്ന് തോന്നുന്നു. അവർ ആ ക്യാമ്പസിൻ്റെ ഒരു സ്റ്റീവ് ജോബ്സ് ക്യാമ്പസിൻ്റെ അവരുടെ പുതിയ ആപ്പിൾ ക്യാമ്പസിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തായിരിക്കണം ആ ഒരു റൗണ്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം ആപ്പിൾ എന്ത് ചെയ്യുന്നാലും ഒരു മീനിങ്ങോട് കൂടി ആയിരിക്കും അവർ എന്ത് ഇൻഫർമേഷനും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. സോ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ആവാനാണ് ചാൻസ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് പുതിയ ഐഫോൺസിൻ്റെ ലോഞ്ചാണ്. കാരണം നമുക്കറിയാം 2018 ഐഫോൺസിൻ്റെ ലോഞ്ച് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ തവണ 2017 ആപ്പിൾ 10 എന്ന് പറയുന്ന ഒരു മോഡലാണ് റിലീസ് ചെയ്തത്. നമുക്കറിയാം അതുവരെ കണ്ട് പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു പുതിയതരം ഒരു ഡിസൈനാണ്, ഒരു നോച്ച് ഡിസൈൻ അല്ലെങ്കിൽ എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ മോഡലാണ് ഐഫോൺ 10 അവർ കൊണ്ടുവന്നത്. അന്ന് ഈ പറഞ്ഞ രീതിയിൽ ഐഫോൺ 8, 8 പ്ലസ്, ഐഫോൺ 10 എന്ന 3 വേരിയൻ്റാണ് അന്ന് അവതരിപ്പിച്ചത്. അതേപോലെ തന്നെ ഇത്തവണയും 3 വേരിയൻ്റ് തന്നെയായിരിക്കും ആപ്പിൾ അവതരിപ്പിക്കുന്നതെന്ന് ചില റൂമേഴ്സൊക്കെ ഉണ്ട്. അതായത് ആപ്പിൾ കഴിഞ്ഞ തവണ ഇനി മുതൽ ഇറങ്ങുന്ന എല്ലാ ഫോൺസിലും ആ നോച്ച് ഡിസൈൻ ആണെന്നുള്ള രീതിയിൽ ആർക്കും തർക്കമില്ല. അതൊരു എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ തന്നെയായിരിക്കും ആപ്പിൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ തവണത്തെ ലോഞ്ചിൽ തന്നെ അതൊരു ഫ്യൂച്ചർ ഓഫ് ഐഫോൺസ് എന്ന് പറഞ്ഞിട്ടാണ് ഐഫോൺ 10 അവർ വിശേഷിപ്പിച്ചത്. സോ എനിവേ നമുക്കിനി ഐഫോൺ 8, 8 പ്ലസ് കണ്ട് നമ്മൾ പരിചയപ്പെട്ട ആ ഡിസൈൻ നമുക്കിനിയും പുതിയ ഐഫോൺസിൽ എന്തായാലും കാണത്തില്ല. ഐഫോൺ 10 ആ ഒരു ഫുൾ ഡിസ്പ്ലേ, എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ, ആ ഒരു നോച്ച് ഡിസൈൻ തുടങ്ങിയ ആ ഒരു മോഡൽ തന്നെയായിരിക്കും പുതിയ 3 ഐഫോൺസിലും കാണുക എന്നുള്ള രീതിയിൽ വലിയ തർക്കങ്ങളൊന്നും തന്നെ ഇല്ല. ഈ 3 വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഇറങ്ങിയ ഐഫോൺ 10 ഒരു അടുത്തൊരു എക്സ്റ്റെൻഡഡ് വേരിയൻ്റ് തന്നെയായിരിക്കും. അതായത് ഒരു 5.8 ഇഞ്ച് ഡിസ്പ്ലേയോട് കൂടിയ അതിൻ്റെ ഒരു അടുത്ത വേരിയൻ്റ്, ഒരു ഫോളോ അപ്പ് വേരിയൻ്റ് തന്നെയായിരിക്കും ആ ഒരു 5.5 ഡിസ്പ്ലേയോട് കൂടിയ ഒരു മോഡൽ എന്ന് പറയുന്നത്. അതിനെ മിക്കവാറും ഐഫോൺ 10s എന്നായിരിക്കും വിശേഷിപ്പിക്കുക എന്ന് ചില റൂമേഴ്സ് ഉണ്ട്. ബട്ട് നമുക്ക് നെയിമിംഗ് ഒക്കെ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് കഴിഞ്ഞാലേ നമുക്കത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഐഫോൺ 10s അതിൻ്റെ ഒരു ഹയർ മോഡൽ, അതായത് ഒരു കുറച്ചുകൂടെ സ്ക്രീൻ വലിപ്പമുള്ള ഒരു മോഡലൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വലിപ്പം എന്ന് പറയുന്ന ഒരു 6.5 ഇഞ്ചോട് കൂടിയുള്ള ഡിസ്പ്ലേ ഉള്ള ഒരു ഫോൺ ആവും എന്നുള്ളത് ഏകദേശം റൂമേഴ്സൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ 10s പ്ലസ് എന്നായിരിക്കും വിളിക്കുന്നതെന്നും ചില റൂമേഴ്സ് വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ തവണ ഇറക്കിയ അതേ മോഡലിൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വേരിയൻറ്റും പ്ലസ് അതിൻ്റെ ഒരു ഹയർ ഒരു പ്ലസ് വേരിയൻറ്റും ആയിരിക്കും വരുന്നത്. നമുക്കറിയാം ഗാലക്സി നോട്ട് 9 ഈ ഇടയ്ക്ക് ഇറങ്ങിയത് 6.4 ഇഞ്ചസ് ആയിരുന്നു. ബട്ട് ഇതിൽ റൂമേഴ്സ് വെക്കുന്നത് 6.5 ഇഞ്ചസ്, അതിനെക്കാട്ടി 1.1 ഇഞ്ച് വലിപ്പം കൊണ്ടുള്ള ഒരു ഫോൺ ആയിരിക്കുമെന്നാണ് റൂമേഴ്സ് വരുന്നത്. സോ അതുകൊണ്ട് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്, നല്ല ബാറ്ററി ബാക്കപ്പും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെയുള്ള മൂന്നാമത്തെ ഒരു വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ ബഡ്ജറ്റ് ഫോൺ ആയിരിക്കും എന്നാണ് റൂമേഴ്സ് വരുന്നത്. അതായത് ഒരു 6.1 ഇഞ്ചോട് കൂടിയ LCD പാനൽ, LCD ഡിസ്പ്ലേയോട് കൂടിയായിരിക്കും ആ ഫോൺ എത്തുക എന്നുള്ളതാണ് ഇതുവരെയുള്ള റൂമേഴ്സ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് ആദ്യത്തെ രണ്ടെണ്ണം, അതായത് 5.5 ഡിസ്പ്ലേ ഉള്ളതും 6.5 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ളതും OLED ഡിസ്പ്ലേയോട് കൂടി ആയിരിക്കും വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ലോ ബഡ്ജറ്റ് ഫോൺ എന്ന് പറയുന്നത് 6.1 ഇഞ്ചോട് കൂടിയുള്ളത് LCD ഡിസ്പ്ലേ ആയിരിക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ബട്ട് ഇതിൻ്റെ എല്ലാം ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇവൻ്റാണ്. സെപ്റ്റംബർ 12 ആ ഒരു ഇവൻറ്റിലാണ് നമുക്കിതെല്ലാം കൺഫേം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ തവണത്തെ ഐഫോൺ 10 സിൽവറും സ്പേസ് ഗ്രേ വേരിയൻറ്റിലുമാണ് ഇറങ്ങിയെന്നുണ്ടെങ്കിൽ ഇത്തവണ നമുക്കൊരു ഗോൾഡ് വേരിയൻ്റ് കൂടെ എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളത് ഏകദേശം നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. കാരണം
കാരണം iPhone 10 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒരു പിക്ചേഴ്സ് ലീക്ക് ആയിട്ടുണ്ട്. സോ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പുതിയ iPhone 10 ഒരു ഗോൾഡ് വേരിയൻ്റ് കൂടെ കാണും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കളർ വേരിയൻറ്റിലായിരിക്കും ചിലപ്പോൾ അത് അവൈലബിൾ ആവുന്നത്. സ്പേസ് ഗ്രേ, ലൈക്ക് സിൽവർ ആൻഡ് ഗോൾഡ്. അതുപോലെ തന്നെ ഈ ഇവൻറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് പുതിയ ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തേൻ്റെ കൂട്ട്, കാരണം ആപ്പിൾ വാച്ചിൽ വലിയ ഡിസൈൻ ചേഞ്ചസ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇത്തവണത്തെ ഇവൻറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പുതിയ ഒരു എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ, കാരണം ആപ്പിൾ ആ ഒരു ഡിസ്പ്ലേയിലേക്ക് മാറിക്കഴിഞ്ഞു എല്ലാം. അപ്പോൾ സോ ആപ്പിൾ വാച്ചിലും ഒരു എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ കൊണ്ടുവരാനുള്ള ചാൻസസ് ആണ് ഇപ്പം റൂമേഴ്സായിട്ട് വരുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത് എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേയോട് കൂടിയ ആപ്പിൾ വാച്ച് ആയിരിക്കും. സോ മിക്കവാറും അതേ സെയിം ഫോം ഫാക്ടർ തന്നെ നിലനിർത്താനായിട്ടാണ് ചാൻസ് കൂടുതൽ. അതായത് ആ സെയിം ഡിസൈൻ പാറ്റേൺ, ബട്ട് അതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആവാനാണ് ചാൻസ്. കാരണം അങ്ങനെ വരുമ്പോൾ പഴയ സ്ട്രാപ്പൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാം എന്നുള്ള കുറേ അഡ്വാൻറ്റേജസ് ഒക്കെ വരാം. അല്ലാതെ സൈസ് ഇൻക്രീസ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇനിവേ നമുക്ക് ആ ആപ്പിൾ ഇവൻറ്റിൽ തന്നെ നമുക്ക് നോക്കാം. ഈ ഇവൻറ്റിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് പുതിയ iPad Pro. നമുക്കറിയാം iPad Pro ലൈനപ്പ്, അതായത് കഴിഞ്ഞ കൊല്ലം അവതരിപ്പിച്ച iPad Pro 10.5 ഇഞ്ച്, അതിൻ്റെ ഒരു അടുത്ത വേർഷൻ എന്തായാലും ഈ ഒരു ഇവൻറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് അതും ഈ പറഞ്ഞ രീതിയിൽ ഒരു എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേയിലേക്ക് തന്നെയായിരിക്കും ഇവിടെയും പോകുന്നത്. ദെൻ ടച്ച് ID റീപ്ലേസ് ആവും, ഫേസ് ID ഒക്കെ വെച്ചിട്ട് തന്നെയായിരിക്കും ഇവിടെയും നമുക്ക് അത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് അത് ഈ ഇവൻറ്റിൽ തന്നെ വരുമോ എന്നുള്ള കാര്യം ഒരു ചെറിയൊരു സംശയം കൂടെ ഉണ്ട്. കാരണം ആപ്പിളിൻ്റെ ഒക്ടോബറിൽ ഒരു ഇവൻറ്റ് വരുന്നുണ്ട്. സോ അതിൽ പുതിയ മാക്ബുക്ക് എയറിൻ്റെ അപ്ഡേറ്റ്, അതുപോലുള്ള മാക്ബുക്ക് പിന്നെ അതുപോലുള്ള അപ്ഡേറ്റുകൾ ആ ഒരു ഇവൻറ്റിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് iPad Pro ഈ ഇവൻറ്റിൽ അവതരിപ്പിക്കുകയോ അതോ അടുത്ത ഇവൻറ്റിലേക്ക് മാറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ അത് നോക്കണം. അതുപോലെ തന്നെ 2-3 കൊല്ലം മുമ്പ് അവതരിപ്പിച്ച എയർപോഡിൻ്റെ പുതിയൊരു വേരിയൻറ്റും ഈ ഒരു ഇവൻറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ വയർലെസ് ചാർജിങ്, അതായത് എയർ പവർ എന്ന് പറയുന്ന ഒരു വയർലെസ് ചാർജിങ് കൂടെ നമ്മൾ ഈ ഒരു ഇവൻറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ആപ്പിൾ യൂസേഴ്സിന് വളരെയധികം കാത്തിരിക്കുന്ന ഒരു ഇവൻറ്റ് തന്നെയാകും September 12 ഇവൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് പുതിയൊരു ഡിസൈൻ പാറ്റേൺ ഒന്നും ആപ്പിളിൽ നിന്ന് ഈ ഇവൻറ്റിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ തവണ ഒരു ഡിസൈൻ ചേഞ്ച് കൊണ്ടുവന്നിരുന്നു. സോ അതുകൊണ്ട് ഇത്തവണ ഒരു ഡിസൈൻ ചേഞ്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല പുതിയ ഐഫോൺസിലായാലും. ജസ്റ്റ് ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ വരാം, ക്യാമറ, ദെൻ ബാറ്ററി ലൈഫ്, അങ്ങനെയുള്ള കാര്യത്തിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലാതെ ഒരു നമ്മൾ iPhone 10 കണ്ട രീതിയിലുള്ള ഒരു ഡിസൈൻ ചേഞ്ച് എന്തായാലും ഈ ഒരു ഇവൻറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആപ്പിളിൻ്റെ പുതിയ September 12 ഇവൻറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അടങ്ങിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയ ഐഫോൺസിനെ പറ്റിയുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. ഇതുപോലെ ഉപകാരപ്രദമായ ടെക്നോളജി വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അടുത്തൊരു ഉപകാരപ്രദമായ ടെക്നോളജി വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ അനീഷ് സൈനിങ് ഓഫ്.